Hello friends, so let's watch part 2 of Mugananuni Associates. Apo let's watch guys. അതിനു മുമ്പ് കണ്ണാടി ഒന്ന് വെക്കട്ടെ. Important ആണ് friends. So let's play. എനിക്കിപ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ ഒരു പെറ്റി കേസ് കിട്ടാറുണ്ട്. ഒരു കേസ് 800 വെച്ചൊരു 10-12 കിട്ടും. നീ ഇതിന്റെ പുറകാണെങ്കിൽ അതും കൂടി ഇല്ലാണ്ടാവോ? ഈ MSCT കേസ് പിടിക്കുന്ന ചോദിക്കൊക്കെ അല്ലേ? അല്ല, അവക്കൊക്കെ ആയിരിക്കില്ല. പക്ഷെ അതെനിക്കൊരു പ്രശ്നമല്ല. മന്ത്ലി 20,000 കിട്ടിയാൽ നീ ഓക്കെയാണോ? ഞാൻ വല്ലതും കുടിച്ചിട്ട് വരും. ഈ ഏരിയയിൽ കൊള്ളാവുന്ന 3 ഹോസ്പിറ്റൽസ് ആണ്, ജനറൽ ഹോസ്പിറ്റൽ അടക്കം. അതിൽ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് കേസസ് വരുന്നത് ഇവിടെയാണ്. മെർക്യൂറി ട്രോമ കെയർ. ആക്സിഡന്റ് ആണോ? ഞാൻ പോയി കഴിച്ചിട്ട് ചായ കുടിച്ചാ രാവിലെ കഴിക്കണ്ടേ? എനിക്ക് വെച്ചേക്കണം. കൈപ്പോടെ കൈപ്പാണ്. ആക്സിഡന്റ് ആണോ? അറിയില്ല മാഷേ. അത് മോനാണോ ആ പിങ്ക് ഷർട്ട്? ഒന്ന് മാറിക്കോ പ്ലീസ്. എവിടെ വെച്ചായിരുന്നു? ബത്തേരിക്കടുത്ത്. ബസ്സായിരുന്നോ? ആ, പ്രൈവറ്റ് ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല, ക്ലെയിം കിട്ടും. ഇതിപ്പോ ഹെഡ് ഇഞ്ചുറി മറ്റേ ആ ക്ലെയിം പേപ്പർ സൈൻ ചെയ്യാനാണ്. ഇതൊന്ന് നോക്കട്ടേക്ക്. എക്സ്ക്യൂസ് മീ, ഒന്നുമില്ലോ. ചേട്ടാ ഇപ്പൊ പൊക്കോ. അല്ല, ഈ വക്കാലത്തിലൊന്ന് സൈൻ ചെയ്താൽ ബാക്കി പേര്. അവന്റെ അപ്പ ഇതൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇതൊക്കെ ചെയ്യാൻ സമയമുണ്ടല്ലോ. പേടിക്കണ്ട, ഇതൊരു പ്ലെനി പൊട്ടൻഷ്യലി തന്നോടല്ലടോ പറഞ്ഞത്. മരിക്കാൻ നേരത്തെ ബിസിനസ് ഇതൊന്നും ശരിയാവില്ല, ഞാൻ പറഞ്ഞല്ലേ. കണ്ണുമറ തല്ലുതൊഴിക്ക് മേടിച്ചിട്ട് നമുക്ക് വേറെ വല്ല വഴി നോക്കാം. മണിയേട്ടന് എനിക്ക് തന്നത് 1000 രൂപയാണ്. ഒരു 2000 രൂപ തന്നു കഴിഞ്ഞാൽ അടുത്ത കേസ് ഞാൻ നിങ്ങൾക്ക് പിടിച്ചുതരാം. അതെന്ത് ചെയ്യുമ്പോ ആ മണിക്ക് 1000 രൂപ, ഞങ്ങൾക്ക് 2000 രൂപ വേണമെങ്കിൽ മതി. മണിയേട്ടനെ കാശിരാതെ തുടങ്ങിയിട്ട് കുറെ നാളായി. ഒരുപാട് റിസ്ക് ഉള്ള പരിപാടിയാണ്. ഇത് കോണാത്തിലാണ് ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നത്. നീ വിശ്വസിക്കണ്ടാ അല്ലേ? ഇവിടെ വേറെ ആംബുലൻസ് ഉണ്ട്. ഈ ഹോസ്പിറ്റലിൽ ആകെ 2 ആംബുലൻസ് ഉള്ളൂ. ഒന്നാക്കിടക്കണ ഒമ്മിനിയും പിന്നെ എൻ്റെ ട്രാവലറും. നിങ്ങൾ വേണമെങ്കിൽ ഒമ്മിനിയുടെ മണ്ടനെ പിടിച്ചോ. പക്ഷെ മേജർ ആക്സിഡന്റ് എടുക്കണേ ഞാനാണ്. 2000 ഓക്കെ ആക്കാം, പക്ഷെ കേസ് നന്നാവണം. മനസ്സിലായില്ല? ഒരു മൾട്ടിപ്പിൾ ഫ്രാക്ചറോ മിനിമം ഒരു ഹെഡ് ഇഞ്ചുറിയോ അങ്ങനെ എന്തെങ്കിലും. എന്റെ മുന്നോട്ട് ഇത് ഞാൻ ഉണ്ടാക്കുന്ന accident ഒന്നുമല്ല. എനിക്കെന്ത് കിട്ടുന്നോ അത് ഞാൻ നിനക്ക് തരും. എല്ലാവരും ഹാപ്പി ആയിരിക്കണം. നമ്പർ നോട്ട് ചെയ്തോ? പറഞ്ഞോ. നമ്പർ കൊടുത്തിട്ട് 12 മണിക്കൂറായി. എത്ര പേര് ചുരം കയറി വരുന്നത്? ഒരു ആക്സിഡന്റ് പോലും നടക്കുന്നില്ലേ? റെഡിക്കുലസ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഒരു പ്രത്യേക കഴിവ് വേണം guys. ആ പാമ്പ് ഇവിടെ ഉണ്ട്. പാമ്പിന് മുട്ട. കാല് പെയിനുണ്ട്. ആകെ ഒരു മരപ്പ. മോളെന്താ ആസ്പത്രിയിൽ വരാഞ്ഞേ? ഞാനിന്നലെ റോബിൻ പറഞ്ഞ അറിഞ്ഞേ
റോബിൻ പറഞ്ഞു. അവൻ വേറെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ? യെസ്, അവൾ അപ്സെറ്റാണ്. അവൻ ആക്സിഡന്റ് കേസസിന്റെ കാര്യവും പറഞ്ഞു. ഷി വിൽ ടോർച്ചർ മീ നൗ. കാലുച്ച അവിടെ എത്തിക്കഴിഞ്ഞു. നീ MECT കേസ് പിടിക്കുന്നുണ്ടോ? തുടങ്ങി. എടാ, ഈ ആക്സിഡന്റ് കേസിനൊക്കെ കിട്ടുന്നത് ബ്ലഡ് മണിയാണ്. ഒരു ആക്സിഡന്റ് നടന്നാലുള്ള അവസ്ഥ എന്താണെന്നറിയോ? ആ സമയത്ത് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് റൈറ്റ്. മിണ്ടാതെ പോവാ. ഉണ്ണി, അച്ഛന്റെ ഫ്രണ്ട് കോഴിക്കോട് IT പാർക്കിൽ ഒരു ലോ ഫേം നടത്തുന്നുണ്ട്. ഞാൻ അവർക്ക് നിന്റെ റെസ്യൂമെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ദേ ആർ റെഡി ടു ഹയർ യു. 30K ആണ് സ്റ്റാർട്ടിംഗ് സാലറി. അമ്മയുടെ ആക്സിഡന്റ് കേസ് ഹാൻഡിൽ ചെയ്ത വക്കീല് ആ ഒരൊറ്റ കേസിന് മാത്രം ഉണ്ടാക്കിയെടുത്തത് 1.5 ലക്ഷം. നീ ഞാൻ പറയുന്നൊന്ന് ആദ്യം ശ്രദ്ധിച്ച് കേൾക്കൂ. സുരേഷ് ആംബുലൻസ് ഹലോ, ആക്സിഡന്റ് ഞാൻ ഹോസ്പിറ്റലിലോട്ട് എടുക്കണേ. കറക്റ്റ് സമയത്ത് സുരേഷ് വിളിച്ചതുകൊണ്ട് ജ്യോതിയുടെ കയ്യിൽ നിന്ന് ഊരാൻ പറ്റി. അവളുടെ ഇറിറ്റേഷൻ താങ്ങാൻ പറ്റുന്നില്ല. ഐ ഷുഡ് ഗെറ്റ് റിഡ് ഓഫ് ഹർ. ഞാൻ അവളെ ഒഴിവാക്കിയ പൊതുസമൂഹം എന്നെ മോശക്കാരനായിട്ട് കാണും. അത് വേണ്ട, അവൾ എന്നെ തേക്കണം. ഐ ഷുഡ് പുഷ് ഹർ ടു ദ ലിമിറ്റ്സ്. ശ്രീനിവാസൻ പടവേ റൂം നമ്പർ 24 മാറ്റിയിട്ടുണ്ട്. അതെ, എന്റെ കാശിന്റെ കാര്യം. കിളവൻ ഭർത്താവ്, യങ് ഭാര്യ, സഞ്ജി, കുട്ടി. പ്രാരാബ്ദമുണ്ട്. നീ ഇവിടെ നിൽക്കി. ഒരു കുപ്പി വെള്ളം, 2 പഴം. ഇങ്ങനെ ഫുട്പാത്തിൽ ചാടി ഇറങ്ങുന്നത് ആകെ സീനാക്കിയത്. നമ്മുടെ വൈത്തിരി ജംഗ്ഷൻ വെച്ചാ ഭാരത് ജംഗ്ഷനിൽ ഫുൾ കവറ. തക്ക സ്ഥലത്ത് ബായി വെട്ടിച്ചു. ചേച്ചി, ഡോക്ടർ എന്ത് പറഞ്ഞു ചേച്ചി? കാര്യം കാണാൻ കൈതക്കാലും പിടിക്കണം. മോന്നെല്ലാം കഴിച്ചോ ചേച്ചി? ഒന്നും കഴിച്ചില്ലായിരിക്കും അല്ലേ? കഴിച്ചോ മോനെ? കുഴപ്പമില്ല, കഴിച്ചോ. ആ, വെള്ളം കുടിച്ചോ. ചേച്ചി ഒന്നും കഴിച്ചില്ലല്ലോ. പഴം. എന്താ ഉദ്ദേശം? 2 പഴവും 1 ലിറ്റർ വെള്ളവും വാങ്ങിച്ചൊന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചോ നീ? 2 ലക്ഷം രൂപ എന്നാ ഹസ്ബൻഡിനെ കൊണ്ട് വക്കാലത്തോ പിടിച്ചേരാൻ ഞാൻ. 2 ലക്ഷം രൂപ? ശ്രീനിവാസനേക്കാളും വലിയ പുള്ളിയാണ് ചേച്ചി. 4 കൊല്ലം മുമ്പേ എന്റെ അച്ഛന്റെ കൈ ഫ്രാക്ചർ ആയപ്പോ വക്കീൽ ഞങ്ങൾക്ക് തന്നത് 1 ലക്ഷം രൂപയാ. ഇതിപ്പം ലെഫ്റ്റ് ലെഗിലെ ഫ്യൂമർ ബോണിന്റെ ഫ്രാക്ചർ, അതും മൾട്ടിപ്പിൾ ഫ്രാക്ചർ. അറിയാലോ? 2 വർഷം കൂടുതലല്ലേ മാം? ഇൻഷുറൻസ് കമ്പനികള് ക്ലെയിമൊക്കെ നല്ലോണം പിടിച്ചിട്ടാ ഇപ്പൊ തരുന്നത്. താൻ 2 തന്നാ ഞാൻ ഒപ്പിട്ടുതരാം, ഇല്ല ഞാൻ വേറെ വക്കീലിന് കൊടുക്കും. പ്രാരാബ്ദം ഉണ്ടെന്ന് കരുതി ഞാൻ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഷീ ഈസ് സ്മാർട്ടർ ദാൻ ഐ തോട്ട്. അവരുടെ അപ്പൻ്റെ ഓടിച്ചാണെന്നല്ലോ പറഞ്ഞു. ഓടിച്ചായിരിക്കില്ല, അപ്പിശാശം ഓടിച്ചായിരിക്കും. 45,000 രൂപ മുഴുവൻ കൊടുക്കുക. ഹാപ്പി ആവട്ടെ. അവര് പോയല്ലോ. എന്താ സർ? അല്ല, ഇവിടെ ഉണ്ടായിരുന്ന അവനെ VIP റൂമിലേക്ക് മാറ്റിട്ടോ. വെള്ളം കുടിച്ചോ. ചേച്ചി, നിങ്ങൾ എന്ത് പണി കാണിച്ചേ? എന്താ റെഡിയാക്കാന്ന് പറഞ്ഞല്ലേ? ഞങ്ങൾ അഡ്വാൻസോട്ട് വന്നിരിക്കുന്നത്. റെഡിയാക്കാന്ന് പറഞ്ഞല്ലേ ഉള്ളൂ, റെഡിയാക്കിയൊന്നുമില്ലല്ലോ. അതാ വേണു വക്കീൽ ചെയ്തു. അഡ്വാൻസ് അല്ല, അയാള് ഫുൾ എമൗണ്ടും തന്നു. ഇത്രയ്ക്ക് നല്ല വക്കീലുള്ളപ്പോ പിന്നെ നിന്നെ അന്വേഷിച്ചാൽ എന്റെ തലയ്ക്ക് എന്തോ ഓളോ. ഒരു കേസ് കൂടെ ഉണ്ടായിരുന്നേ. വക്കാലത്തിന്റെ കോപ്പി ജാൻസി കൊണ്ടുവരും.
ബാക്കി പേപ്പേഴ്സ് എല്ലാം നാളെ റെഡിയാക്കാൻ സാധിച്ചോ? ശരി. എന്ത് ലിഫ്റ്റ് വല്ലതും വേണം? എന്നെ ശ്രീ മത്സ്യാവതാര മഹാവിഷ്ണു ക്ഷേത്രത്തിലൊന്നും വിടും. ഇനി ദൈവത്തിനെ കൊണ്ടേ പറ്റും. ക്ഷേത്രത്തിലോ? നീ എന്താ വിചാരിച്ച് പെട്ടെന്ന് എല്ലാം കൂടെ എടുത്തങ്ങ് മറിക്കാവുന്നു? പ്രാർത്ഥിക്കാൻ പോണ ക്ഷേത്രത്തിൽ. ആഹാ, നൈസ് ഗേൾ. ഇവളെ ഇങ്ങനെ അടുത്ത് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. രേഖ 4 മാസം 15 വർഷം 15 വർഷം പഴക്കമുള്ള മുതല ഒരു അറ്റാക്ക് വന്നാൽ തീരും. അറ്റാക്ക് വന്നാൽ തീർന്നു. ഇത് നമ്മുടെ കേസിന്റെ നമ്പറല്ലേ? സാറിന്റെ ജൂനിയറാണ് അപ്പിയർ ചെയ്യുന്നത്. അതെന്താ? ആരടാ ഈ നമ്മള്? നീ ആദ്യം അമ്പലത്തിൽ ചെന്ന് നല്ലോണം ഒന്ന് പ്രാർത്ഥിക്കും. നമുക്ക് വേണ്ടിയിട്ടല്ല, നിനക്ക് വേണ്ടിയിട്ട്. വല്ല കേസെങ്ങനെ കിട്ടിയാലോ? കേസും കിട്ടും, ക്ലെയിമും കിട്ടും. പക്ഷെ അതിന് അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. മത്സ്യാവതാര മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പുറകിലുള്ള ബിൽഡിങ്ങിലാണ് എൻ്റെ പ്രതിഷ്ഠ. ഭാരത് ഇൻഷുറൻസിന്റെ ജനറൽ മാനേജർ ആനി മാഡം. മാഡം കുറച്ച് ബിസിയാണ്. ഞങ്ങളുടെ റീജിയണൽ ഹെഡ് വന്നിട്ടുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യും. ഞാനിതൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല. സർപ്രൈസ് ആയി പോയി. സർ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറില്ലെന്ന് എനിക്കറിയാം, ബട്ട് ബർത്ത്ഡേ ഇസ് സ്പെഷ്യൽ സർ. നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. താങ്ക്സ് ഫോർ കമ്മിങ് സർ. ഇറ്റ് വാസ് എക്സ്ട്രീംലി ഹാപ്പി. ഓ, താങ്ക് യു. നൈസ് ഡിപ്ലോമാറ്റിക് ലേഡി. മുകുന്ദനുണ്ണി, അഡ്വക്കേറ്റ് മോഹൻദനുണ്ണി. ബിസി ഡേ ആയിരുന്നു മാം. രാജീവ് പോളിസി ഡോക്യുമെന്റ് സെൻഡ് ചെയ്തോ? ഇല്ല മാം, നാളെ സെൻഡ് ചെയ്യാം. വാട്ട്സ് ദ ഡിലേ? സെൻഡ് ഇറ്റ് നൗ. ഓക്കെ. ഡിപ്ലോമാറ്റിക് ആൻഡ് അറഗന്റ്. കം. യെസ് മാം. ഡെഡ്ലി കോമ്പിനേഷൻ. മാം, ആ ഓട്ടോ ടാക്സിയുടെ സെറ്റിൽമെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് തേഴ്സ്ഡേ ആണ് അദാലത്ത്. ഓക്കെ സ്വാതി, യു ഗോ വിത്ത് രാജീവ് ആൻഡ് ഡു ദാറ്റ്. മാം, നെക്സ്റ്റ് തേഴ്സ്ഡേ ഞാൻ ലീവ്. വൈ? അമ്മയുടെ ഷഷ്ടി പൂർത്തിയാ. സോ വീട്ടിലെല്ലാരും. സി സ്വാതി, ഡോണ്ട് ബി റെസ്പോൺസിബിൾ. പിറന്നാൾക്ക് അടുത്ത കൊല്ലം വരൂലേ? യു ഹാവ് ടു ഗോ. നോ എക്സ്ക്യൂസ്. ഓക്കെ. അത് കൊള്ളാം. എന്ത്? മാഡം സ്വാതിയോട് പറഞ്ഞതേ കാര്യമായിട്ട് പറയുകയും ചെയ്തു. എന്നാൽ ചൂടായതുമില്ല. വക്കീലിന് എന്താ എന്നോട് പറയാനുള്ളത്? മാം, ഞാനിതൊരു വക്കീലായിട്ടല്ല പറയുന്നത്. ഈ നാട്ടിലെ ഭൂരിഭാഗം ജനങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ടാണ്. നമ്മുടെ നാട്ടിലെ ആളുകൾ ഒരു വണ്ടി വാങ്ങുമ്പോൾ എല്ലാ വർഷവും ഇൻഷുറൻസ് അടയ്ക്കാറുണ്ട്. പക്ഷേ പല വക്കീലന്മാരും കള്ളക്കേസ് ഉണ്ടാക്കി ഇൻഷുറൻസ് തുക അടിച്ചു മാറ്റാറുമുണ്ട്. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? കാര്യമുണ്ട് മാം. ഹാവ് എ ലുക്ക് അറ്റ് ദിസ്. ഇതിന്ന് രാവിലെ ഫയൽ ചെയ്തൊരു കേസിന്റെ നമ്പറാണ്. വൈത്തിരി ജംഗ്ഷനിൽ വെച്ച് നടന്നൊരു ആക്സിഡന്റ്. റോഡിന്റെ 2 സൈഡിലും ഫുട്പാത്ത് ഉണ്ട്. പക്ഷെ ആക്സിഡന്റ് നടന്നിരിക്കുന്നത് കക്ഷി റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ്. അതുകൊണ്ട് മാം, അത് കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് അല്ലേ? കക്ഷിക്ക് മൾട്ടിപ്പിൾ ഫ്രാക്ചർ. ആളുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ മിനിമം ഒരു 15 ലക്ഷം രൂപ ക്ലെയിം എമൗണ്ട് വരും. പക്ഷെ മാമിന്റെ ലോയർ വിചാരിച്ചത് നെഗ്ലിജൻസ് ഓഫ് ദി ക്ലെയിമന്റ് ഓൾസോ കോസ് ഫോർ ദി ആക്സിഡന്റ് എന്ന രീതിയിൽ ക്ലെയിം എമൗണ്ട് പകുതിയായിട്ട് കുറയ്ക്കാൻ പറ്റും. വേണു വക്കീലിനോട് എന്തെങ്കിലും ഉടക്കുണ്ടോ? അങ്ങനെയൊന്നുമില്ല മാം. ഞാൻ പറഞ്ഞില്ലേ ഈ കോൺട്രിബ്യൂട്ടറി. വക്കീലിന് ഈ കേസ് കിട്ടിയില്ല, അതുകൊണ്ട് വേണു വക്കീലിന് ഈ കേസ് കിട്ടരുത്, അതല്ലേ? വക്കീൽ ഈ കേസിന് അപ്പിയർ ചെയ്ത കക്ഷിക്ക് ക്ലെയിം മൊത്തം മേടിച്ചു കൊടുക്കും. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം മാം. ഞാനാണ് ഈ കേസിൽ അപ്പിയർ ചെയ്യുന്നതെങ്കിൽ ലീഗലി പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും എത്തിക്കൽ ആയിട്ടുള്ള രീതിയിൽ ഞാനിത് ഫിനിഷ് ചെയ്യും. അഡ്വക്കേറ്റ് ആക്ട് പ്രകാരം കക്ഷിയുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന ന്യായമായിട്ടുള്ള ഫീസ് മാത്രം മേടിച്ച് ഞാനിത് ക്ലോസ് ചെയ്യും. വക്കീൽ ഇപ്പൊ പറഞ്ഞ റിപ്ലൈ ഇല്ലേ, അതാ കുറച്ചു കൊല്ലം മുമ്പ് വേണു വക്കീലും എന്നോട് പറഞ്ഞേ. താനായിട്ട് ഇവിടെ ഒരു ഡിഫറൻസും ഉണ്ടാക്കാൻ പോകുന്നില്ല. വേണു വക്കീലിനെ പോലെ വേറൊരുത്തൻ. വക്കീൽ എണീക്ക്, ഞങ്ങൾക്ക് പോണം. പെട്ട് എല്ലാ ഓപ്ഷനും കിട്ടാത്ത കേസിന് കാശ് തരുന്നത്. ആ പെണ്ണുമുള്ള വായന 4 ചീത്തയാണ് ആകെ കിട്ടിയത്. അത് മതിയോ? ഞാൻ എന്ത് ചെയ്യാനാണ്? വിളിച്ചു പറഞ്ഞല്ലേ ഞാൻ കാശ് വെച്ചോളൂ. ഞാൻ വിളിച്ചു പറഞ്ഞ നടക്കൂല. കേസ് കിട്ടിക്കഴിഞ്ഞാൽ കാശ് തരാം. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ അടുത്ത തവണ സ്പോട്ടിലോട്ട് പോകാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നീ എന്നെ വിളിച്ചിരിക്കണം. എന്നെ മാത്രം.
ഓ ഇവൻ രണ്ട് ഭാഗത്തും വിളിക്കുന്നുണ്ട്, അതാണ് actually. ഭൂലോകം പിന്നെയും കറങ്ങിക്കൊണ്ടേയിരുന്നു. വേണു വക്കീലിന്റെ 15 ലക്ഷത്തിന്റെ ക്ലെയിം ഭാരത് ഇൻഷുറൻസ് സെറ്റിൽ ചെയ്തു. ഒരു നെഗോഷിയേഷൻ പോലും ഇല്ലാതെ. ഇൻഷുറൻസ് മാനേജർ ആനി മാഡവും വേണു വക്കീലും തമ്മിൽ എന്തോ ടൈപ്പുണ്ട്. ആ വേണു വക്കീലും ഇൻഷുറൻസ് മാനേജർ തമ്മിൽ എന്തോ ടൈപ്പ് ഉണ്ടോ? മണ്ടൻ ഇപ്പോഴാണ് മനസ്സിലായത്. സ്പീക്കർ ഫോണിൽ വക്കീലെ കനാൽ പാലത്തിന്റെ സൈഡിലെ ഒരു ഇടി നടന്നിട്ടുണ്ട്. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യണേ, വേഗം എത്തണേ. വിജനമായ സ്ഥലം. Confusion and abrasion on the face. Deep abrasion over right shoulder. Luck ഉണ്ടെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ഫ്രാക്ചർ. 337A അല്ലെങ്കിൽ 338. 2.5 ലക്ഷത്തിന്റെ ക്ലെയിം. ഇറ്റ്സ് എ ഗുഡ് നൈറ്റ്. അവരെ രക്ഷിക്കാൻ നോക്കാണ്ടല്ലോ പോയിന്റ് നോക്കണേ. നീ പോയി ബാഗ് എടുത്തിട്ടോ. വണ്ടി എടുത്ത് അങ്ങോട്ടേക്കോ. വക്കാലത്ത് സൈൻ ചെയ്തു. അതൊക്കെ സൂരജെ, ഇവരാ നിന്നെ അവിടെ എത്തിച്ചത്. എന്താടാ? 2 ലക്ഷം രൂപ പൊട്ടും, ഫ്രണ്ട് മൊത്തം പോയി. ലോൺ എടുത്ത് കാർ മേടിച്ചു കൊടുക്കണമെന്ന് അന്നേ ഞാൻ പറഞ്ഞല്ലേ. വല്യമ്മ ഇനിയും കാശ് കടം മേടിച്ച് കാർ റിപ്പയർ ചെയ്ത് കൊടുക്കരുത്. അവൻ സ്വയം കാശ് ഉണ്ടാക്കിയിട്ട് റെഡിയാക്കട്ടെ, എന്നാലേ കുറച്ചെങ്കിലും മെച്ചൂരിറ്റി വരും. അമ്മ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. എടാ പോണ വക്കാലത്ത് ഒപ്പുണ്ടേ? എപ്പോഴേ ഒപ്പിട്ട് മേടിച്ചു വക്കാലത്ത്. ഇത്രയും നാൾ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടും ബോധമുള്ളൊരുത്തിനും എനിക്ക് വക്കാലത്ത് തന്നിട്ടില്ല. ബോധമില്ലാത്തവൻ്റെ നിന്ന് വക്കാലത്ത് വാങ്ങുന്നതിന് ഒരു സുഖമുണ്ട്. ഇറ്റ് ഫീൽസ് ലൈക്ക് ഐ എം ഇൻ കൺട്രോൾ. ആധാറിന്റെ കോപ്പി, പാൻ കാർഡിന്റെ കോപ്പി, പിന്നെ ഒപ്പിട്ടിട്ടുള്ള ഒരു ബ്ലാങ്ക് ചെക്ക്. ഇതിലൊന്നും ഇവിടെ 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 പോയി. എങ്ങനെയുണ്ട്? പെയിൻ കുറവുണ്ട്. വീട്ടിൽ ചെന്ന് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും. ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്.
2 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞു. കുടിക്കൂ. ഈ കേസ് പോവോ? നെവർ. ഈ കഷ്ടപ്പെട്ടത് മുഴുവൻ കൈ കിട്ടിയ കേസ് കയ്യിൽ നിന്ന് പോകാനല്ല. ഈ കേസ് എനിക്ക് വേണം. നാളെ വരാം. നമ്മൾക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ട് ചോദിച്ചാൽ മാത്രം മറുപടി പറഞ്ഞാൽ മതി. സർ, ഇവരുടെ ഭർത്താവിന്റെ കേസിൽ കിട്ടിയ പണത്തിന്റെ പകുതി താൻ മുക്കിയെന്നാ പരാതി. ബാർ കൗൺസിലിൽ മാത്രമല്ല, കോടതിയിലും കേസ് കൊടുത്തിട്ടുണ്ട്. സോ ബാർ കൗൺസിലിന്റെ ഹിയറിംഗ് കഴിയുന്നവരെ വക്കീലിന്റെ ഒരു കേസും കോർട്ടിന് പരിഗണിക്കാൻ പറ്റില്ല. അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി, വാട്ട്സ് യുവർ എക്സ്പ്ലനേഷൻ? എങ്ങനെയാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് വക്കാലത്ത്? യുവർ ഓണർ, ഒറിജിനൽ എന്റെയാണ്. സർ, ഇവൻ കള്ളം പറയുന്ന. യുവർ ഓണർ, ആക്സിഡന്റ് നടന്ന സമയത്ത് ഒന്ന് സൈൻ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് എന്റെ കക്ഷി ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ തമ്പി ബ്രഷ് വാങ്ങിയത്. ശരിയാ സാർ, എന്റെ വക്കീൽ മുകുന്ദനുണ്ണിയാ. അവനും മാറി. ഹ്യൂമൻ ബീങ്സ് നെവർ ഡിസപ്പോയിന്റ് മീ. സർ, ഇവനും കള്ളം പറയുന്ന. ഈ വക്കാലത്തിൽ സൂരജിന്റെ ഒപ്പാണെന്ന് നോക്കും സർ. ഇത് തന്റെ ഒപ്പാണോ? ഈ ഒപ്പന്റെയാ, പക്ഷെ ഞാനിട്ടതല്ല. ചൂടത്ര പോരാ, ഇച്ചിരി കൂടെ എണ്ണ ഒഴിക്കാം. ആളെ കത്തട്ടെ. സർ, കൈ ഒടിഞ്ഞാൽ എങ്ങനെയാണ് സർ സൈൻ ചെയ്യുന്നത്? ഈ സിഗ്നേച്ചർ ഒക്കെ ഫോഴ്സ്ഡ് ആണ് സർ. എന്താ വേണ്ടത്? എത്ര കൊല്ലമായി അപ്പേറിയാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും ആർത്തി അവസാനിച്ചിട്ടില്ലല്ലേ? ഇന്ന് വൈകുന്നേരം 5 മണിക്കകം ഈ ഡ്യൂപ്ലിക്കേറ്റ് വക്കാലത്ത് എങ്ങനെ വന്നു എന്നുള്ളതിന് കോടതിക്ക് എക്സ്പ്ലനേഷൻ കിട്ടിയിരിക്കണം. ബാക്കി ആക്ഷൻ വഴിയെ. സൂരജ്, യുവർ കൗൺസിൽ ഫോർ പെറ്റീഷൻ വുഡ് ബി അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി. എന്റെ ആദ്യത്തെ കേസ്. താങ്ക് യു യുവർ ഓണർ. ജയിക്കുന്നതിന് മുമ്പ് തന്നെ ജയിച്ച പോലെ വേണു വക്കീലിനെ ജഡ്ജ് താക്കീത് ചെയ്ത സ്ഥിതിക്ക് ഇനി സംഗമേശ്വര സാറിന്റെ മുന്നിൽ വക്കീല് ബുദ്ധിമുട്ടും. യെസ്, ദിസ് ഇസ് an opportunity. I should make hay while the sun shines. സൂര്യൻ പ്രകാശിക്കുമ്പോൾ ഉണക്കപ്പുല്ലുണ്ടാക്കുക. വേണു വക്കീലിന് പകരം ഇനി മുകുന്ദനുണ്ണി. അത് മതി.
ഒരു എഴുതാൻ മേടിക്കാൻ ഇത് വേണ്ടിയിട്ട് ഒരു എഴുതാൻ മേടിക്കും. ആഹാ എന്താ ഇങ്ങനെയാണെങ്കിൽ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ ready. വേറെന്താ പറഞ്ഞു? മുകുന്ദൻ. ഓ ഇവൻ പിന്നീട് മുകുന്ദൻ ഉണ്ണി. റൂം നമ്പർ 67-45. മാക്സിമം 2 weeks. അതിനുള്ളിൽ എല്ലാം റെഡിയാക്കാം. ഇത് ഹോസ്പിറ്റലിൽ ചെലവായത്. ഇത് സ്റ്റബാറ്റി ഡോക്ടർക്ക്, ASI. ഇത് മീനാക്ഷിക്ക്. 1 സാക്ഷി, 2 സാക്ഷി, വണ്ടി ഓണർ, ഡ്രൈവർ, പിന്നെ ഇത് നിനക്ക്. റൂം നമ്പർ 115, 86, 20, 90. സർ 2016 ബേസ് മോഡലാണ്. അപ്പോൾ എയർ ബാഗ് ഡ്രൈവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, അങ്ങനെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും വണ്ടിയിലുണ്ടാവും സർ. ഇത് ഉറപ്പിക്കാം.